ഹലോ ഹലോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ല, ഇപ്പം ഞാനിപ്പോൾ കുറച്ച് ഡാറ്റാസ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളിതൊന്ന് ഫോർമാറ്റ് ചെയ്തെടുക്കാൻ പോകണം. ഇതിപ്പോൾ എല്ലാതും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫോർമാറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഈസിലി റീഡബിൾ ആവും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിതൊരു നമ്മുടെ മാനേജർക്കോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഫോർമാറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വെർട്ടിക്കലിൽ കോളംസും ഹൊറിസോണ്ടലിൽ റോസും ആണ്. അപ്പോൾ ഈ എംപ്ലോയി നെയിം എന്നുള്ളത് എംപ്ലോയി ഐ ഡി ഉണ്ട് ഇതിൽ എംപ്ലോയി നെയിം, ഏരിയ, യൂണിറ്റ് സോൾഡ്, സെയിൽ പ്രൈസ്, ടോട്ടൽ സെയിൽസ് പെർ എംപ്ലോയി. എംപ്ലോയി നെയിം എന്നുള്ളത് നമുക്ക് ഈ ഒരു സെല്ലിൽ ഫുള്ളായിട്ട് കാണാനില്ല. കാരണം വെച്ചാൽ ഈ ഒരു സെല്ലിൻ്റെ മുകളിലേക്ക് ഉണ്ട്. വെച്ചാൽ ഈ സെല്ലിൽ കൊള്ളാത്ത അത്ര ഡാറ്റ അതിലുണ്ട്. അപ്പോൾ അത് ആ സെല്ല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വെർട്ടിക്കലായിട്ടുള്ള കോളംസ് എല്ലാതും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രണ്ട് വെർട്ടിക്കലായിട്ടുള്ള കോളംസിൻ്റെ ഇടയിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ഈ രണ്ട് ഏരോ കീ അങ്ങോട്ട് ഇങ്ങോട്ട് രണ്ടോ ഏരോ സിമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാണിക്കും. അപ്പോൾ അതിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്ത് അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഇതിലിപ്പോൾ ആഷിഖ് എന്നുള്ളത് നെയിമാണ്, എംപ്ലോയി നെയിമാണ്. 1 2 3 നമ്മൾ ഏകദേശം 14 നെയിംസോളം ഉണ്ട് ഇതിൽ. ഫസ്റ്റ് ഇത് നമ്മളെ ടേബിളിൽ എന്താണ് ഐറ്റം എന്നുള്ളത് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആഷിഖ് എന്നുള്ളത് നമുക്ക് എ എന്നുള്ള ലെറ്റർ നമുക്ക് ക്യാപിറ്റൽസിൽ വേണം. കാരണം അതാണ് അതിൻ്റെ റൈറ്റ് ഫോം. അപ്പോൾ നമ്മളിപ്പോൾ അത് അവിടെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ മാനുവലായിട്ട് ചെയ്യണം. അതിനേറ്റവും ബെസ്റ്റ് വെച്ചാൽ നമുക്ക് അടിയിലുള്ള ഡാറ്റാസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. അടിക്ക് അങ്ങനെ ഡാറ്റാസ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ പിന്നെ വേറെ വഴിയുണ്ട്, അത് നമുക്ക് പിന്നീട് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മാനുവലായിട്ട് ബേസിക് ഉള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ബിയിലാണ് നമ്മൾ എംപ്ലോയി നെയിമുള്ളത്. അപ്പോൾ സിയുടെ അടുത്തേക്ക് പോയിട്ട് ഇൻസേർട്ട് കൊടുത്താൽ ഇവിടെ ഒരു കോളം എക്സ്ട്രാ വരും. അപ്പോൾ നമ്മൾ ആഷിക്ക് നമ്മളൊരു ഫോർമുല ആഡ് ചെയ്യാൻ പോവാണ്. ഈക്വൽ ടു പ്രോപ്പർ ഓപ്പൺ ബ്രാക്കറ്റ്, എന്നിട്ട് ടെക്സ്റ്റ് ചെയ്താൽ നമ്മുടെ ആഷിക്ക് ഇതാ B2 സെല്ല് B2. ഓക്കെ, സെലക്ട് ചെയ്യുക, ക്ലോസ് ബ്രാക്കറ്റ് ചെയ്താൽ ആഷി കറക്റ്റ് ആയിട്ട് വന്നു. അതാണ് എന്താണ് ഫങ്ഷൻ പ്രോപ്പർ. ഓക്കെ, നമ്മളിപ്പോൾ ഓക്കെ പ്രോപ്പർ എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ പേര്. എൻ്റർ അടിച്ച് ആഷിക്ക്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ അടിക്കാം. കൺട്രോൾ ഓക്കെ, അത് വേറൊരു ഫങ്ഷനാണ്, പിന്നെ വേണ്ടി തരും. നമ്മളിത് ഡ്രാഗ് ചെയ്തിട്ടാൽ അങ്ങനെ വന്നു. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിത് ഡ്രാഗ് ചെയ്തിട്ടാൽ അങ്ങനെ വന്ന്. പക്ഷെ നമുക്ക് ഇത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ അതിലതേ ഫങ്ഷൻ വരും. ഓക്കെ, ഇതിൽ അതേ ഫങ്ഷൻ വരും. പക്ഷേ നമ്മളെ റെഫറൻസ് എന്നുള്ള ആശയ്ക്ക് ഇതാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് ഇതിലെ ഫോർമുല ആദ്യം കളയണം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഫോർമുല പേസ്റ്റ് വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ C അടിച്ച കോപ്പിയാണ്. എന്നിട്ട് ഇവിടെ പോയിട്ട് പേസ്റ്റ് അടിക്കുക. പേസ്റ്റ് അടിക്കണതിന് മുമ്പേ പേസ്റ്റ് സ്പെഷ്യൽ അടിക്കുക. പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂസ്. ഓക്കെ ഇപ്പോൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് വന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫോർമുലയും കൂടെ പേസ്റ്റ് ആയിട്ട് വരും. അതിന് എക്സാമ്പിൾ ഞാൻ കാട്ടിത്തരാം. ഫോർമുല അങ്ങനെ പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഓക്കെ എൻ്റർ ആഷിക്ക് നമ്മുടെ റെഫറൻസ് ഇവിടെയാണ്. കോപ്പി അടിച്ചിട്ട് കണ്ട റെഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പോൾ അത് നടക്കില്ല. എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് വന്ന് കണ്ട നമ്മുടെ ഈ ഒരു പോയിന്റ് ഇതാണ് നമ്മുടെ റെഫറൻസ് ആയിട്ട് വന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, ഇവിടെ പോയി കോപ്പി അടിച്ച് ഇവിടെ പോയി പേസ്റ്റ് സ്പെഷ്യൽ. നമുക്ക് ഫോർമുല വേണമെങ്കിൽ മാത്രം ഫോർമുല പേസ്റ്റ് ചെയ്യാം. പക്ഷേ ഫോർമുല പേസ്റ്റ് ചെയ്താൽ അതിൻ്റെ അപ്പുറത്തുള്ളത് 12 എന്നുള്ള പുറത്ത് ചാടി വരും.
നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഓക്കെ കണ്ടോ? അപ്പോൾ അതല്ല നമുക്ക് വേണ്ടി. നമുക്ക് ഇവിടെ പോയി കോപ്പി അടിച്ച് ഇവിടെ പോയി പേസ്റ്റ് സ്പെഷ്യലിൽ പോയി ഫോർമുലാസ് വേണമെങ്കിൽ ഫോർമുല, വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ വാല്യൂ, ഫോർമാറ്റ് നമുക്ക് പറഞ്ഞുതരാം. അതാണ് നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പോണത്. അത് നമുക്ക് പറഞ്ഞുതരാം. കമൻസും നോട്ട്സും വാലിഡേഷൻ അതും ഞാൻ പറഞ്ഞുതരാം. ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് പോവാം. ബാക്കിയുള്ളേക്ക് എല്ലാധികം നമുക്ക് പോവാം. ഓക്കെ, പേസ്റ്റ് ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആഡ്, സബ്ട്രാക്ട്, ഡിവൈഡ്, മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് മാത്രം മതി. അപ്പോൾ വാല്യൂസ് സെലക്ട് ചെയ്ത് നമുക്ക് പിന്നെ ഈ സെല്ല് നമുക്ക് ഈ സെല്ല് നമുക്ക് പിന്നെ ആവശ്യമില്ല. ഈ ഒരു കോളംസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മത് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് വന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏരിയ നെയിമിലും നമ്മുടെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞത് ക്യാപ്സിലല്ല. അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പുറത്തെ കോളംസിൻ്റെ അവിടെ പോവുക, അവിടെ ഇൻസേർട്ട് അടിക്കുക. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഇത് വരും. നമ്മൾ വീണ്ടും അതേ അടിക്കുക, പ്രോപ്പർ. അല്ലെങ്കിൽ പ്രോപ്പർ അല്ലാതെ വേറെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓട്ടോഫിൽ ഓപ്ഷനാണ്. ഓട്ടോഫിൽ ഓപ്ഷൻ എന്ന് വെച്ചാൽ കുളം ഇതല്ലേ, കുളം. ഓക്കെ, എന്നിട്ട് പിന്നെ ഇതിന് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അതല്ല, കുളം. ഓക്കെ, 3 ഷൂർ. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഞാൻ ഓൺ ചെയ്തിട്ടില്ല, ഓട്ടോഫില്ലാണ്. പക്ഷേ അത് ഞാൻ പിന്നീട് കാട്ടിത്തരാം, കുഴപ്പമില്ല. നമുക്കത് പിന്നീട് നോക്കാം. ഓട്ടോഫിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അത് വേറെന്തോ ഒരു സാഹചര്യത്താൽ ഓട്ടോഫിൽ ഉണ്ടാവുമല്ലോ ഇവിടെ എവിടെയോ. കുഴപ്പമില്ല, നമുക്കത് വരും ക്ലാസ്സിലും എല്ലാം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എന്താണ് വർക്ക് ചെയ്യാത്തത് എന്നുള്ളത് അതിൻ്റെ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈക്വൽ ടു പ്രോപ്പർ ഓപ്പൺ ബ്രാക്കറ്റ് കുന്നംകുളം ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ, അത് ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ലെറ്ററിലെല്ലാം ക്യാപ്സിലായി. ഓക്കെ, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണമെന്നല്ല. കൊച്ചി പൊന്നാനി. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മളിത് കോപ്പി അടിക്കുന്നു, ഇവിടെ പോകുന്നു, പേസ്റ്റ് ചെയ്യരുത്, പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂസ്. ഓക്കെ, നമുക്കിനി സെല്ല് വേണ്ട, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റായി തോന്നുന്നു. അപ്പോൾ അത് മനസ്സിലായി തോന്നുന്നു. ഇനി നമുക്ക് ടോട്ടൽ സെയിൽസ് പെർ സെയിൽ എംപ്ലോയി നോക്കണം. നമ്മുടെ ആശിക്ക് കുന്നംകുളത്താണ് സാധനങ്ങൾ വിറ്റിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ യൂണിറ്റ് സോൾഡ് 55 സോൾഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു മഗ്ഗാവും അല്ലെങ്കിൽ ഒരു വാച്ചാവും. ഓരോ വാച്ചിൻ്റെ വില 200. ഓക്കെ, അപ്പോൾ 200. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഒരു ഇക്വേഷൻ വഴി കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് 55 ഇൻറ്റു എന്നുള്ളത് സ്റ്റാറാണ് വരിക, ഇൻറ്റു ഇത്. ഓക്കെ, കണ്ടുപിടിച്ചാൽ 14,000 രൂപക്ക് ആശിക്ക് സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. ഓക്കെ, ഇത് കറൻസിയിലാണ്. ഇത് കറൻസിയിലാണ്. അപ്പോൾ ഇതിൻ്റെ കറൻസിയുടെ ജനറൽ അല്ല കറൻസി. ഓക്കെ, നമുക്കിതിൽ ഡെസിമൽ നമ്പേഴ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് കളയാം. ഓക്കെ, ഇത് സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് ആണ്. ഇതും കറൻസിയിലാണ്. അത് നമുക്ക് ഇത് നേരെ അവിടെ പോയിട്ട് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല. ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഇതിൽ കറൻസി, ഡെസിമൽ നമ്പേഴ്സ് വേണ്ട. ഓക്കെ, കണ്ട, ഇത് ക്വിക്ക് കേസസ് ആണ്. ഓക്കെ, ജനറൽ പോവാം, ഇങ്ങനെ ചെയ്യാം. കറൻസി, ഡെസിമൽ നമ്പേഴ്സ് വേണ്ട. ഓക്കെ, എൻട്രി. ഓക്കെ, ഇത് യൂണിറ്റ് സോൾഡ് നമ്പേഴ്സാണ്. അപ്പോൾ ജനറൽ എടുക്കട്ടെ. ഇനിയിപ്പോൾ ഏകദേശം ഓക്കെ. നമുക്കിനിപ്പോൾ ടോട്ടൽ സെയിൽസ് നോക്കാം. ടോട്ടൽ സെയിൽസ് ഇത് നമുക്ക് സെൻട്രൽ വേണം. ഓക്കെ, ഇത് ഓക്കെ, ഈക്വൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്
ഇവിടെ മുതൽ ഇവിടെ വരെ സമ്മിയ ക്ലോസ് ബ്രാക്കറ്റ് എപ്പോൾ നോക്കി തുറന്നാൽ അടക്കണം. ഓക്കെ, 1,48,000 രൂപയ്ക്ക് സെല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതല്ലാതെ ഒന്ന് ഒരു ബോർഡർ ഇടണം. ഓക്കെ, നമുക്കിവിടെ കസ്റ്റം ബോർഡേഴ്സ് ഉണ്ട്, പിന്നെ ബിൽറ്റിങ് കുറച്ച് ബോർഡേഴ്സ് ഉണ്ട്. നമുക്ക് കസ്റ്റം ബോർഡേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പോയിട്ട് നമുക്ക് ഇഷ്ടത്തിന് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇഷ്ടമുള്ള ബോഡി, ഇഷ്ടമുള്ള അലൈൻമെൻറ്റ്, ഓക്കെ, ബോർഡർ ഫില്ല്, പ്രൊട്ടക്ഷൻ ലോക്കഡാണ്. നമ്മൾ ഇതിൽ ചെയ്ത ലോക്കഡ് അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നോർമൽ ഒരു ബോർഡർ കൊടുക്കാം. ഓക്കെ, ഇവിടെ പോയി തിക്കായിട്ടുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഓൾ ബോർഡേഴ്സ്, തിക്ക് ഔട്ട് സൈഡ് ബോർഡേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഓൾ ബോർഡേഴ്സ് കൊടുക്കാം. ഓക്കെ, എല്ലായിടത്തും ബോർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിപ്പോൾ ഒരു ടേബിൾ ഫോർമാറ്റിലാക്കാം. ഓക്കെ, അതിലിപ്പോൾ നമുക്ക് ഇൻസേർട്ട് ടേബിൾ. ഓക്കെ, ടേബിൾ വന്ന് ഈ ഒരു സാധനം വരാൻ കാരണം ഇതിപ്പോൾ 21 ഡിസെലക്ട് ചെയ്താൽ 21 പോയി. നമുക്കിതിൽ എല്ലാ എംപ്ലോയിയുടെ ഡാറ്റാസും വേണം, അത് കാരണം. ഓക്കെ, പക്ഷെ നമുക്ക് ഈ സാധനം വേണ്ടാന്നുണ്ട് ഹെഡർ റോ ഡിലീറ്റ്. ഓക്കെ, സോറി, പാൻഡ് റോസ് അല്ല. ഓക്കെ 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 ഇത് പോയിട്ട് നമ്മൾ ഇൻസേർട്ട് കൊടുക്കുക, ടേബിൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, ഫിൽറ്റർ ബട്ടൺ തെറ്റിപ്പോയി. ഓക്കെ, എവിടെ സാധനം നോക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്കൊരു പ്രസൻറ്റബിൾ മോഡിലായിട്ടുണ്ട്. ജസ്റ്റ് കണ്ട നമുക്ക് ടോട്ടൽ സെയിൽസ് ബോൾഡ് ആക്കാം, ടോട്ടൽ സെയിൽസിൻ്റെ കളർ മാറ്റാം. ഇതിൻ്റെ ഒരു ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പോയിട്ട് ബ്ലൂ, കുറച്ച് ഡാർക്ക് ബ്ലൂ ആക്കാം. ആ ഫോണ്ടിൻ്റെ കളറാണ് മാറിയത്. ഫോണ്ട് നമുക്ക് ബ്ലാക്ക് തന്നെ ആക്കാം, ഫില്ല് മാറ്റിയിട്ട് ഡാർക്ക് ബ്ലൂ. ഓക്കെ 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 ബ്ലൂ തന്നെ. ഓക്കെ, ലൈറ്റ് കൊണ്ട് കുറച്ച് ഡാർക്ക് ആക്കാം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഇപ്പോൾ നമുക്കിപ്പോൾ ഇനി നമുക്ക് ലുക്കപ്പ് വേണ്ട. ഓക്കെ, ഇതിപ്പം നേരത്തെ കണ്ടതിനും എത്ര ഡിഫറെൻ്റ് ഉണ്ടെന്ന് അറിയാം. നമുക്കിതിപ്പോൾ കണ്ടാൽ തന്നെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നൊരു എംപ്ലോയി ഐ ഡി ആണ്. എംപ്ലോയി നെയിം, ഏരിയ, യൂണിറ്റ് സോൾഡ്, സെയിൽ പ്രൈസ്. ഇനിയിപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഇവിടെ മാറിയെന്ന് വിചാരിച്ചോ, ഇവിടെ ഇപ്പോൾ 300 വിചാരിച്ചോ, അപ്പോൾ അവിടെ മാറി. എന്നിട്ട് ഇത് ഡ്രാഗ് ചെയ്തിടുക, 300 എല്ലായിടത്തും മാറും. അതാണ് ഈ ഫോർമുലയുടെ ഏറ്റവും വലിയ ഉപകാരം. ഇവിടെ മാറ്റിയാൽ നമുക്ക് ഇവിടെ മാറും. നമുക്ക് മാനുവലായിട്ട് വീണ്ടും എല്ലാതും മാറ്റേണ്ടത് ആവശ്യമില്ല. അപ്പോൾ 200 തന്നെ ഇടാം. പക്ഷേ നമുക്ക് ഡ്രാഗ് ചെയ്തിടണം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് എംപ്ലോയി ഐ ഡി കൊടുക്കാം. നമുക്കിത് എംപ്ലോയി ഐ ഡി അതുപോലെ. ഓക്കെ, പിന്നെ ഇവിടെ സെയിൽസ് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, എംപ്ലോയി ഐ ഡി വേണ്ട. എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം എംപ്ലോയി ഐ ഡി വെച്ചിട്ട് നമുക്ക് എംപ്ലോയി നെയിം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എംപ്ലോയി ഐ ഡി എന്ന് പറയണത് ഒരു 13 എടുക്കട്ടെ. എംപ്ലോയി നെയിം എന്താണെന്നുള്ളത് ഓക്കെ, നമുക്ക് ഫിൽറ്റർ ബട്ടൺ വേണ്ട, ബോർഡർ വേണം, ബോർഡേഴ്സ്. ഓക്കെ, എംപ്ലോയി നെയിം എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. പക്ഷേ ഓരോ സമയം ഈ എംപ്ലോയി നെയിമും ഓരോ ടൈമിലും എംപ്ലോയി ഐ ഡി മാറ്റുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നെയിം വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് വി ലുക്കപ്പ്. എന്താണ് വേർട്ടിക്കൽ ലുക്കപ്പ്. ഓക്കെ, വി ലുക്കപ്പ് ഉണ്ട്, എച്ച് ലുക്കപ്പ് ഉണ്ട്, എക്സ് ലുക്കപ്പ് ഉണ്ട്, പിന്നെ ഇൻഡെക്സ് ആൻഡ് മാച്ച്, അങ്ങനത്തെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. നമുക്കതെല്ലാം പറയാം. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു എംപ്ലോയി നെയിമാണ് കേട്ടോ. ഓക്കെ,